അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മസായിലുൽ ഫിഖഹിലെ 4ാമത്തെ പാഠത്തിൻ്റെ വായന. അദ്ദർസുർ റാബിഅ, 4ാമത്തെ പാഠം. നിഅമർ നിസാഉൽ അൻസ്വാർ, സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ അൻസാരി സ്ത്രീകളാകുന്നു. ഹൈള് നിലച്ചാൽ എങ്ങനെ കുളിക്കും? അസ്മാ ബിന്ത് ഷക്കലിൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. വെള്ളവും കുളിക്കാനുള്ള താളിയും എടുക്കുക. ശേഷം പൂർണ്ണമായ വുളൂ ചെയ്യുക. പിന്നീട് തലയിൽ വെള്ളമൊഴിച്ച് നല്ല പോലെ തേച്ച് കഴുകുക. തലമുടികളുടെ അടിഭാഗങ്ങളിൽ വെള്ളം എത്തിച്ചേരണം. വീണ്ടും തലയിൽ വെള്ളമൊഴിച്ച് കുളി തുടരുക. ശേഷം കസ്തൂരി പുരട്ടിയ തുണിയെടുത്ത് ശുദ്ധി വരുത്തുക. അത് കേട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൻസ്വാരി സ്ത്രീകൾ ഉത്തമ സ്ത്രീകളാണ്. ദീനീ കാര്യങ്ങൾ പഠിക്കാൻ ലജ്ജ അവരെ തടയുകയില്ല. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. ആർത്തവ സമയം നല്ല ശുചിത്വം പാലിക്കണം. ശുചിത്വമില്ലായ്മ അണുബാധക്ക് കാരണമാകും. എപ്പോഴാണ് ആർത്തവം ഉണ്ടാവുക? ആരിഫ ചോദിച്ചു. ചന്ദ്രവർഷപ്രകാരം 9 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഹൈളുണ്ടാവുക. 9 വയസ്സ് തികയാൻ 16-ൽ താഴെ ദിവസമുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാലും ഹൈളായി പരിഗണിക്കും. അതിനു മുമ്പ് വരുന്ന രക്തം ഹൈളല്ല. ഏറ്റവും ചുരുങ്ങിയ സമയം ഒരു രാവും പകലുമാണ്. സാധാരണ 6-7 ദിവസമാണുണ്ടാവുക. കൂടിയാൽ 15 ദിവസമുണ്ടാകും. 2 ഹൈളുകൾക്കിടയിലെ ചുരുങ്ങിയ ശുദ്ധി 15 ദിവസമാണ്. അതിനു മുമ്പ് വരുന്ന രക്തം ഇസ്തിഹാളത്താണ്. എന്താണ് നിഫാസ് രക്തം? പ്രസവം കഴിഞ്ഞ് ഗർഭാശയം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. എന്നാൽ പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനു ശേഷമാണ് രക്തം പുറപ്പെട്ടതെങ്കിൽ അത് നിഫാസല്ല. ഹൈളിൻ്റെ നിബന്ധനകളുണ്ടെങ്കിൽ അത് ഹൈളാകും. നിഫാസിൽ ഏറ്റവും ചുരുങ്ങിയത് 1 സെക്കൻഡും സാധാരണ 40 ദിവസവും കൂടിയത് 60 ദിവസവുമാണ്. ഹൈളുള്ളവർക്കും നിഫാസുള്ളവർക്കും നിസ്കാരവും നോമ്പും ഹറാമാണ്. തവാഫ്, സുജൂദ്, മുസഹഫ് തൊടൽ, മുസഹഫ് എടുക്കൽ, ഖുർആൻ പാരായണം എന്നിവയുടെ വിധിയും ഇതുതന്നെയാണ്. ഹൈളോ നിഫാസോ ഉള്ള സമയം സംഭോഗത്തിലേർപ്പെടലും മറയില്ലാതെ മുട്ടുപൊക്കിളിനിടയിൽ ബന്ധപ്പെടലും ത്വലാഖ് ചൊല്ലലും ഹറാമാണ്. എന്നാൽ ഹൈള് നിലച്ചതിനു ശേഷം കുളിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പും ത്വലാഖും അനുവദനീയമാണ്. ജിമാഉം മറ്റു ബന്ധങ്ങളും കുളിച്ചതിനു ശേഷം മാത്രമേ അനുവദനീയമാകൂ. ഹൈള് കാലത്തും നിഫാസ് കാലത്തും നഷ്ടപ്പെടുന്ന നിസ്കാരവും നോമ്പും ഖളാ വീട്ടണോ? ഹൈള്, നിഫാസ് കാലങ്ങളിലെ നോമ്പ് ഖളാ വീട്ടണം. നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്. എന്നാൽ ഇസ്തിഹാളത്തിൻ്റെ സമയം നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. ഹൈളിൻ്റെയും നിഫാസിൻ്റെയും അല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തമാണ് ഇസ്തിഹാളത്ത്. നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷമാണ് ഇസ്തിഹാളത്ത് ഉള്ളവൾ വുളൂ ചെയ്യേണ്ടത്. വുളൂ ചെയ്യുന്നതിന് മുമ്പ് ഫർജ് കഴുകുകയും പഞ്ഞി പോലെയുള്ളവ ഫർജിൽ വെച്ച് കെട്ടുകയും വേണം. ഉടനെ വുളൂ ചെയ്യുകയും ഉടനെ നിസ്കരിക്കുകയും വേണം. എല്ലാ ഫർള് നിസ്കാരത്തിനും ഇപ്രകാരം ചെയ്യൽ നിർബന്ധമാണ്. ശരീരത്തിൽ മാലിന്യങ്ങളുണ്ടെങ്കിൽ നീക്കം ചെയ്യുക. ഖിബിലക്ക് മുന്നിടുക. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ബിസ്മി ചൊല്ലുക. പൂർണ്ണമായ വുളൂ ചെയ്യുക. വലിയ അശുദ്ധി നീക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. സുന്നത്തുകളെല്ലാം പാലിച്ച് കുളിക്കുക. കുളി കഴിയുന്നത് വരെ വുളൂ മുറിയാതെ ശ്രദ്ധിക്കുക. ഔറത്ത് വെളിവാകാതെ സൂക്ഷിക്കുക. വുളൂഇന് ശേഷമുള്ള ദിക്റും ദുആവും ചെയ്യുക. കസ്തൂരി പോലെയുള്ള സുഗന്ധം സ്വകാര്യ ഭാഗത്ത് വെക്കുക. ഇപ്രകാരമാണ് കുളിക്കേണ്ടത്. സ്വഹീഹായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.
പ്രിയപ്പെട്ടവർ അതിൻ്റെ വർക്ക് ലിങ്കിൽ കയറി വർക്ക് പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.